വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി തുടങ്ങിയിട്ട് 7 വർഷം കഴിയുകയാണിവിടെ. കൂൺ കൃഷി വിജയകരമായി മുന്നോട്ടു പോകുന്നതിനാൽ തന്നെ മൂന്നാമതൊരു കൂൺ ഫാമും കൂടി പൂർത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ. കോവിഡിന്റെ കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ അധികം മുതൽ മുടക്കില്ലാതെ ജോലിഭാരമില്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന ചിന്തയിൽ നിന്നാണ് 20 വർഷത്തോളം അറിവും പ്രവൃത്തി പരിചയവുമുള്ള കൂൺ കൃഷി തന്നെ വിപുലമാക്കാമെന്ന തീരുമാനത്തിലോട്ട് എത്തിയത്. കൂൺ കൃഷി തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സ്വാധീനിച്ച ചില പ്രധാന ഘടകങ്ങളുണ്ട്. സ്ഥിര വരുമാനം മുന്നിൽ കാണുന്ന ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി എന്നതാണ് അതിൽ പ്രധാനം. കൂൺ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്ന ഒരു ഫാം സജ്ജീകരിച്ചാൽ 365 ദിവസവും വിളവ് കൃത്യമായ കൂൺ കൃഷിയിലൂടെ ഉറപ്പാക്കാവുന്നതാണ്. മറ്റ് വിളകളെ അപേക്ഷിച്ച് വിളവ് ഉൽപാദനത്തിനെടുക്കുന്ന സമയം വളരെ കുറവാണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് പോലും കൂൺ കൃഷിയെ ഒരു വരുമാന മാർഗമായി ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിലോട്ട് കൂൺ കൃഷിയുടെ രീതികൾ മാറിയതും കേരളത്തിൽ തന്നെ അതിന്റെ വിജയകരമായ മാതൃകകൾ ഉള്ളതും ഉദാഹരണങ്ങളായി യൂട്യൂബിലും മറ്റും ധാരാളം വീഡിയോകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ സമയത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ജോലി ചെയ്യാം എന്നത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഉള്ള സ്ത്രീകൾക്ക് പോലും കൂൺ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. കുറഞ്ഞ ചിലവും ചിലവിന്റെ 3 ഇരട്ടി വരുമാനം എന്നതും കൂൺ കൃഷി ചെയ്ത് വിജയിച്ച ആരുടെയും അനുഭവ സമ്പത്തായി കണക്കാക്കാം. ചിലവിന്റെ 3 ഇരട്ടി വരുമാനം എന്നൊക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഒരു കൂൺവെട്ട് നിർമ്മിക്കാൻ ചിലവാകുന്നത് മാക്സിമം 80 രൂപയാണ്. അങ്ങനെ ഒരു ബെഡിൽ നിന്നുള്ള മിനിമം വരുമാനം 400 രൂപയാണ്. അത് ഇവിടുത്തെ അനുഭവ സമ്പത്താണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നത് പച്ചക്കറി കൃഷി ചെയ്യുന്നവരെയൊക്കെ കാര്യമായി ബാധിക്കാറുണ്ട്. എന്നാൽ കൂൺ കൃഷിയുടെ കാര്യത്തിൽ ഫാൻ ആൻഡ് പാഡ് തുടങ്ങിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കൂൺ കൃഷിയിലെ ജലയുപയോഗത്തിൽ കാര്യമായ കുറവ് വരുത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കൂൺ കൃഷി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച വലിയൊരു കാരണമാണ് ഫാം നിർമ്മാണത്തിനും മറ്റും ചിലവഴിക്കുന്ന തുകയുടെ പകുതിയോളം സബ്സിഡിയായി ലഭിക്കുന്ന കൃഷി വകുപ്പിന്റെ കൂൺഗ്രാമം തുടങ്ങിയ പദ്ധതികൾ. കൂൺഗ്രാമം പദ്ധതിയിലൂടെ ഹൈടെക് ഫാമിന് സബ്സിഡിയായി 2 ലക്ഷം രൂപയും പാക്കിംഗ് യൂണിറ്റിന് 1,10,000 രൂപയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റ് കാർഷിക വിളകൾക്ക് കച്ചവടക്കാർ വില നിശ്ചയിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ കൂണിന് വില നിശ്ചയിക്കുന്നത് കർഷകനാണ്. അതിനാൽ തന്നെ ഉയർന്ന വില നിലവാരം നമ്മുടെ ഉൽപ്പന്നത്തിന് ഉറപ്പാക്കാൻ കർഷകന് കഴിയാറുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ വരെ കൂൺ കൃഷി ചെയ്ത് വിജയിപ്പിക്കുന്ന വാർത്തകൾ ധാരാളം കാണാറുണ്ട്. അടിസ്ഥാനപരമായ അറിവുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്ത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ കൂൺ കൃഷിയിലൂടെ സാധിക്കുന്നതാണ് എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ കൂൺ കർഷകരെ സംബന്ധിച്ച് മറ്റ് ജോലിക്കാരെ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്യാൻ കഴിയുന്നത് കൃഷിയിലെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഓരോ കൃഷിയും ബിസിനസ്സുമെല്ലാം തിരഞ്ഞെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് വ്യത്യസ്ത കാരണങ്ങളാവാം. ഇവിടെ കൂൺ കൃഷി തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി തോന്നിയ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.